ഹായ് ആൾ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻസ് ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനായി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഗുഡ്സ് റീപ്ലൈ. ഗുഡ്സ് റീപ്ലൈയിൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള കമൻറ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇർഫാൻ സാർ ചോദിച്ചിട്ടുള്ളത് ELSS എന്ന് പറയുന്നത് ഫ്ലെക്സി ക്യാപ്പ് തന്നെയല്ലേ എന്നാണ്. പുറമേ നിന്ന് ഫണ്ട് നോക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം തന്നെയാണ്, എങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും ELSS ഫണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടതിനും നല്ല കമൻറ്റ് ചെയ്തതിനും ഇർഫാൻ സാറിന് എൻ്റെയും എൻ്റെ ടീമിൻ്റെയും നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളും എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻസിനും ഇതുപോലെ വീഡിയോ വഴി റീപ്ലൈ തരാൻ കഴിഞ്ഞെന്ന് വരില്ല, ബട്ട് മാക്സിമം എല്ലാ കമൻസിനും ഞാൻ റീപ്ലൈ തരാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. സോ പ്ലീസ് ഷെയർ ആൻഡ് സപ്പോർട്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു വോൾഫ്സ് ആൻഡ് ബുൾസ്. എന്താണ് ഫ്ലെക്സി ക്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസം ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ 2024 എന്ന ഈ വീഡിയോയിലൂടെ ഞാനത് പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടി പറയാം. ഫ്ലെക്സി ക്യാപ്പിൽ ഫണ്ട് മാനേജേഴ്സിന് ഫണ്ട് വിപണിയിൽ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഒരേ ഒരു റൂൾ മാത്രം, മിനിമം 65% ഇക്വിറ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഇവിടെ മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഏത് വേണമെങ്കിലും ഫണ്ട് മാനേജർക്ക് തിരഞ്ഞെടുക്കാം. യാതൊരുവിധ ഇൻഡിവിജ്വൽ ലിമിറ്റേഷനും ഇല്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ഫണ്ടിന് യാതൊരു വിധത്തിലുള്ള ലോക്കിംഗ് പീരീഡും ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ELSS അഥവാ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം എന്താണെന്ന് നോക്കാം. ELSS ഫണ്ടിനെ ഒരു ടാക്സ് സേവിംഗ് ഫണ്ടായിട്ടാണ് ആളുകൾ കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. 1.5 ലക്ഷം രൂപയുടെ ATC ടാക്സ് ഡിഡക്ഷൻ ഈ ഫണ്ടിൽ അവൈലബിൾ ആണ്. എന്നാൽ പുതിയ ടാക്സ് റെജ്യൂമിന് ശേഷം ഈ ഫണ്ടിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ 3 തരത്തിലുള്ള ആളുകൾ ഈ ഫണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിൽ ഒന്നാമതായിട്ട് ആരൊക്കെ ഈ പുതിയ ടാക്സ് റെജ്യൂം ചൂസ് ചെയ്തിട്ടുണ്ടോ അവർക്ക് ഈ ഫണ്ടിൽ ATC ടാക്സ് ഡിഡക്ഷൻ അവൈലബിൾ അല്ല. രണ്ടാമതായിട്ട് ഇൻകം ടാക്സ് സ്ലാബിന്റെ താഴെയുള്ളവർക്ക് ടാക്സിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഈ ഫണ്ട് കൊണ്ട് കാര്യമില്ല. മൂന്നാമതായിട്ട് ATC ടാക്സ് ഡിഡക്ഷൻ ഏതെങ്കിലും തരത്തിൽ യൂസ് ചെയ്തവർക്ക്, ഇവൻ അവർ പഴയ ടാക്സ് റെജ്യൂമിലുള്ളവരാണെങ്കിൽ കൂടി ഈ ഫണ്ട് കൊണ്ട് പ്രയോജനമില്ല. അതായത് ലൈഫ് ഇൻഷുറൻസ്, പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ATC ടാക്സ് ഡിഡക്ഷൻ പ്രയോജനപ്പെടുത്തിയവർക്ക് ഈ ഫണ്ട് കൊണ്ട് ടാക്സിന്റെ സൈഡ് നോക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധിക്കുന്നത് ടാക്സ് സേവിങ്ങിന് വേണ്ടി മാത്രം ELSS ഫണ്ട് ചൂസ് ചെയ്യുന്നവർക്കാണ്. പ്രധാനമായി ഈ ഫണ്ടിനെ ഫ്ലെക്സി ക്യാപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് 3 വർഷത്തെ ലോക്കിംഗ് പീരീഡാണ്. ഇതിനെ പലരും ഈ ഫണ്ടിന്റെ ഒരു പോരായ്മയായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഡിസിപ്ലിൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫണ്ട് സൂപ്പറാണ്. ഒരു ആവറേജ് റിട്ടേൺ എന്തായാലും പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമായിട്ട് 2 വ്യത്യാസങ്ങളാണ് ഫ്ലെക്സി ക്യാപ്പും ELSS ഫണ്ടും തമ്മിലുള്ളത്. ഒന്നാമതായിട്ട് ATC ടാക്സ് ബെനിഫിറ്റ്, രണ്ടാമതായിട്ട് 3 വർഷത്തെ ലോക്കിംഗ് പീരീഡ്. വേറൊരു കാര്യം, 3 വർഷമാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ലോക്കിംഗ് പീരീഡ് ഉള്ള ടാക്സ് സേവിംഗ് സ്കീം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ 2 ഫണ്ടിലും സെയിം തന്നെയാണ്. പിന്നെ വേറെ വ്യത്യാസം ഉള്ളത്, ELSS ഫണ്ടിൽ മിനിമം 80% സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പും ELSS തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇതോടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട നിങ്ങൾ കുറച്ചധികം അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ലാർജ് ക്യാപ്പ് ഫണ്ട് അല്ലെങ്കിൽ ELSS ഫണ്ട് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മെസ്സേജ് അയച്ചവർക്ക് ഞാൻ ഫണ്ടിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന്റെ ബോണസായിട്ട് എനിക്കിഷ്ടപ്പെട്ട ELSS ഫണ്ട് ഞാൻ ഇവിടെ റിവീൽ ചെയ്യാണ്. അതാണ് പരാഗ് പാരിക് ടാക്സ് സേവർ ഫണ്ട്. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നിക്ഷേപ തീരുമാനം എടുക്കുക. ഇതൊരു സേഫ് ഫണ്ടാണ്, അതോടൊപ്പം തന്നെ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് അവോയ്ഡ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. കൂടുതലൊന്നും പറയാനില്ല. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി, സൈനിങ്.